ഹലോ. ഹലോ. ആ ലിയാഖത്തല്ലേ? അതെ, നിങ്ങളെവിടെ സ്ഥലം? ഞാൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് എവിടെ? ആര്യമ്പാവ്. ആര്യമ്പാല്. ഉം. എന്താ എന്താ വർക്ക് ചെയ്യണേ? ഞാൻ ബിസിനസ്സാണ്. നിങ്ങൾ എവിടുന്ന വിളിക്കുന്നത്? ഞാൻ അലനല്ലൂര് കൊമ്പാക്കൽ അറിയും. അലനല്ലൂര് കൊമ്പാക്കൽ കുന്ന്. കൊമ്പാക്കൽക്കുന്ന്. അറിയാം. നിങ്ങള് നിങ്ങളെ യൂട്യൂബിലൊക്കെ നിങ്ങളെ പരിപാടിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഉം. നിങ്ങള് എന്തുകൊണ്ടാണ് ഇതിക്ക് ഇറങ്ങാനുള്ള കാരണം എന്താ? ഏതൊക്കെ ഇറങ്ങണേ? അതായത് ബിസിനസ്സിലേക്കാ? നിങ്ങളെ പേര് അത് ബിസിനസ് അല്ല പറഞ്ഞ. ആ നിങ്ങളെ വീഡിയോ കുറെ കേട്ടിട്ടുണ്ട് ഞാന്. ആ അപ്പൊ എന്ത് റസൂലുള്ളാഹിനെയും ഉം. അള്ളാഹിനെയും നബി അമ്പിയാക്കളൊക്കെ കുറ്റം പറയണേ. ഉം. നിങ്ങൾ എങ്ങനെ ഇതിക്ക് എത്തിയത്? ഏതൊക്കെ എത്തുന്നത്? അതായത് ഇങ്ങനെ ഒരു നിരീശ്വരവാദത്തേക്ക് ഞാൻ എവിടെ എത്തല്ല ചെയ്യുന്നത്. ഞാൻ ആ ആ ഉള്ളിടത്തുനിന്ന് പോവാണ് ചെയ്തത്. എവിടുന്ന്? ഇസ്ലാമെന്ന് ഉപേക്ഷിക്കുകയാണ്. ഇസ്ലാം മതം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. സുബ്ഹാന ജല്ല ജലാലുഹു. ഉം. നിങ്ങളെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ. എന്താ കഷ്ടം? കഷ്ടം തന്നെ തന്നെ, ഭയങ്കര കഷ്ടം തന്നെ. എന്താ കാരണം? നിങ്ങള് മദ്രസ എത്ര വരെ പോയി? ഇതൊക്കെ എന്താണ് കഥ? നമ്മളെ നാട്ടിൻ അല്ല പുറത്ത് സുഹൃത്തെ, ഞാൻ ചോദിക്കുന്ന മറുപടി കാര്യങ്ങള്. എന്താ നിങ്ങള് സംഭവം മദ്രസ വെച്ചാ, എത്ര വരെ പോയിക്കണ്? ഞാനൊരു 7ാം ക്ലാസ് വരെ 6ാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ളൂ. 7ാം ക്ലാസ് വരെ, 6ാം ഉം. ക്ലാസ് വരെ അല്ലേ? അന്നത്തെ കാലത്ത് അത്രയല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ മദ്രസ. നിങ്ങൾക്ക് എത്ര വയസ്സായി ഇപ്പൊ? എനിക്ക് 40 കഴിഞ്ഞു. എനിക്കും നിങ്ങളെക്കാട്ടിൽ ഒരു 10 വയസ്സ് കുറവാന്നുള്ളു എനിക്ക്. 10 10അല്ല, വയസ്സെന്നൊക്കെ 9 പറഞ്ഞാൽ വയസ്സ്. എനിക്ക് 31 വയസ്സായിപ്പോ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, മുസ്ലിമാണ്. ഞാനും എന്റെ അങ്ങനെ പേര് തന്നെ. മുഹമ്മദ് അൻസാർ എന്നാണ് പേര്. ഉം. പക്ഷെ ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല. അതെന്തേ? കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, ദീനീപരമായിട്ട് കൂടുതലൊന്നും അല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല. ഉം. പക്ഷെ എനിക്ക് എന്റെ റബ്ബിനെയും എന്റെ റസൂലിനെയും വിശ്വാസമാണ്. ഇങ്ങനെ നിങ്ങൾ ഈ ആവശ്യമില്ലാതെ യൂട്യൂബിൽ കയറിങ്ങാണ്ട് ആ അള്ളാഹിനെ റസൂലിനെയും കുറ്റം പറയുന്ന വീഡിയോ ഇഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ എന്തിനാ ഞങ്ങൾ അങ്ങനെ ഇടുന്നത്? അത് ശരി. ഇത് നല്ല അല്ല, കഥയായി. എന്തിനാ സുഹൃത്തെ അങ്ങനെ ഇടുന്നത്? എന്തിനാ? എന്താ പോലെ പ്രശ്നം? എന്താണ് ഈ കുറ്റം അല്ല പറഞ്ഞത്? അല്ല അല്ല ഉള്ളത് സുഹൃത്തെ, ഞാൻ പറയണതിന് ഇപ്പൊ എങ്ങനെ കുറ്റാവുക അത്? എന്തുള്ളതാ ജി ഇപ്പൊ പറയണേ? എന്താ ഇപ്പൊ നിങ്ങളെ പ്രശ്നം? അല്ല സുഹൃത്തെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങള് മറുപടി പറയും. നിങ്ങൾ എന്തുള്ളതാ ജി ഇപ്പൊ ചോദിക്കണില്ലല്ലോ. നിങ്ങൾ പറയണേ? എന്താന്നൊരു വാലും തലയില്ലാതെ അനക്കേ, ചോദിച്ചാൽ എങ്ങനെ ഹലോ ഹലോ മറുപടി ഹലോ പറയാം? ഹലോ, ഞാൻ പറയണേ കേക്ക് സുഹൃത്തെ. നിങ്ങൾ കുറച്ച് റിലാക്സ് ആയിട്ട് ഞാൻ പറയണേ സംസാരിക്കും. കേക്ക്. നിങ്ങൾ ടെൻഷൻ അനക്ക് ആവണ്ട. നേരിട്ട് സംസാരിക്കാൻ കഴിയോ? ഇല്ല ഇല്ല എന്താ ഇല്ല. നേരിട്ട് സംസാരിക്കാൻ കഴിയാത്ത? എന്തതിന്റെ ആവശ്യമില്ല. അതിന്റെ എനിക്കൊക്കെ പണിയുണ്ട് ആവശ്യമുണ്ട്, സുഹൃത്തെ. ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്റെ പൊട്ടത്തരം നീക്കി തരാൻ വേണ്ടിട്ടാണ്. എന്നാ നിങ്ങൾ ഡിബേറ്റ് ഒക്കെ ആലോചിക്കാം. കുഴപ്പമൊന്നുമില്ല. നാട്ടുകാരും ആയിക്കോട്ടെ, കൂടി കേൾക്കണം. നമുക്ക് അല്ലാതെ കുറച്ച് വെറുതെ ആളുകൾ ഒറ്റക്കൊന്നും വെക്കല്ലേ? പറ്റൂല. നിങ്ങളുണ്ടോ? എങ്ങനെ? നമുക്ക് കുറച്ച് ആളുകൾ വെക്കല്ലേ? ഓ നിങ്ങളുണ്ടോ? ഉണ്ടോ? ഉണ്ട് ഉണ്ട്. നിങ്ങൾ ഏ വെച്ചോളി. നിങ്ങൾ വെച്ചോളി. എന്നാലേ നമ്മളെ ഉം. കുറച്ച് ഉസ്താദന്മാരുണ്ട്. നിങ്ങള് എങ്ങോട്ടാ വരിക? പള്ളിയൊക്കെ വരുമോ? എന്തിനാ പള്ളിന്റെ ഉള്ളില്? നമ്മളെ നാട്ടുകാർ മുഴുവൻ കേൾക്കണ പോലെ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒറ്റക്ക് എങ്ങനെ റൂമിലിട്ട് എങ്ങനെ എങ്ങനെ അടച്ചിട്ട എങ്ങനെ എങ്ങനെ മുറിയിലൊന്നും പറ്റൂല. എങ്ങനെ എന്തിനാ ഇപ്പൊ അടച്ചിട്ട മുറിയിലൊക്കെ ഇരിക്കണ നമ്മള്? എങ്ങനെ നിങ്ങൾ എന്തിനാ ഇപ്പൊ അടച്ചിട്ട മുറിക്കൊക്കെ നിങ്ങള് പോകുന്നേ? അടച്ചിട്ട് മുറിക്കല്ല സുഹൃത്തെ വിളിക്കണേ, ജനങ്ങൾക്കിടയിലേക്കാണ് നിങ്ങൾ വിളിക്കണേ. നിങ്ങൾ ഞാൻ മണ്ണാർക്കാടാണോ പറയണ സ്ഥലം കേക്ക് സുഹൃത്തെ, ഉദ്ദേശിക്കണ? എവിടെ നിങ്ങളെ സ്ഥലം? ജനങ്ങൾക്കിടയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും. എങ്ങനെ? ജനങ്ങൾക്കിടയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേ സംസാരിക്കാൻ കഴിയും. പറ്റുള്ളൂ എന്നാ ഞാൻ പറഞ്ഞതേ. അതന്നെ സുഹൃത്തെ, പൊന്നാര സുഹൃത്താനോട് പറയണേ, ജനങ്ങൾക്കിടയിൽ ഉസ്താദുമാർ, വലിയ വലിയ ഓ ഉസ്താദന്മാർക്ക് ഓ ഇടയിൽ കൂടെ വരാൻ കഴിയും. ഞാൻ എത്ര കാലായി വിളിച്ചോണ്ടിരിക്കുന്നു. ഒരു എന്നാ ഉസ്താദ് സുഹൃത്തെ, ഞാൻ വരണ്ടേ പറഞ്ഞുതരാം, ഒരു മര്യാദക്ക്? മിനിറ്റ്. ഞാൻ പറഞ്ഞ എടക്കര ഭാഗത്ത് ഉം. നമ്മളെ സുഹൈബുൽ ഹൈത്തമി ഉസ്താദ് വരുന്നുണ്ട്. അവിടേക്ക് ഷുഹൈബുൽ വരാൻ ഹൈത്തമി കഴിയോ? ഉസ്താദോ? അവിടേക്ക് വന്നുകാണ്ട് എന്റെ സംശയം ചോദിക്കാൻ കഴിയോ? അയ്യയ്യയ്യേ. എന്താ ഷുഹൈബുൽ ഹൈത്തമി ഉസ്താദുമായിട്ട് ആ നിങ്ങളൊരു 1-on-1 ഡിബേറ്റ് വെക്കുക. അല്ലാതെ ഇപ്പൊ എന്താ? ഡിബേറ്റ് ഞാൻ അല്ല എന്താ ഞാൻ ചോദ്യം പറഞ്ഞത്. സംശയം ചോദിക്കാൻ എന്റെ മദ്രസ കുട്ടിയായിട്ട് അനക്ക് വരണം നിങ്ങൾക്ക്? അതല്ല എന്റെ പൊട്ടത്തരം നീക്കി തരാൻ വേണ്ടിട്ടാണ്. എന്റെ എന്റെ പൊട്ടത്തരം നിങ്ങൾ പൊട്ടത്തരം നീക്കി ഒരെണ്ണം തരാൻ. ഉദാഹരണം പറഞ്ഞോളൂ. എന്റെ ഞാൻ പറഞ്ഞൊരു നിങ്ങളൊരു പൊട്ടത്തരം നീക്കി തരാൻ പറ്റും. ദാരിമ്യല്ലേ? നിങ്ങൾ ഇങ്ങനെ ബേജാറായാലും ഇങ്ങനെ? നിങ്ങള് പിന്നെ നിങ്ങളെന്താ വിചാരിച്ചേ? നിങ്ങളൊരു ഇതിന് ദാരിമ്യല്ലേ? ദാരിദ്ര്യം നിങ്ങൾ ഒരു അല്ല. ഞാൻ ഒരു പറയണ കേക്ക്, സംശയം ഞാൻ പറഞ്ഞൊരു പൊട്ടത്തരത്തിന് സുഹൃത്തെ, ഞാൻ അയ്യേ പറയണ കേക്ക്. അല്ല, കഷ്ടാണ്. ഇജി ആവശ്യമില്ലാതെ അള്ളാന്റെ റസൂലിനൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞ ഒരു വെറുതെ കുറ്റം പൊട്ടത്തരം നിങ്ങൾ പറയുന്നത്? പറയും. ബാക്കി നമുക്ക് അപ്പല്ലേ. അനക്ക് ഞാനിപ്പോ പറഞ്ഞു, എനിക്ക് മുണ്ടാതെ അവിടെ ഇരുന്നു. ഒന്ന് പറയും. ഈ ആവശ്യമില്ലാതെ യൂട്യൂബിൽ അല്ല മനുഷ്യന്മാരെ നിങ്ങളിത് പറയൂ ചൂടാക്കാൻ വേണ്ടിട്ട് സുഹൃത്തെ. നിങ്ങൾ ഞാൻ വെറുതെ പറയണ കേക്ക്. ബഹളം ഇത് ഉണ്ടാക്കണം. ആവശ്യമില്ലാതെ മനുഷ്യന്മാരെ, പാവപ്പെട്ട ജനങ്ങളെ, മുസ്ലിമീങ്ങളായ പാവപ്പെട്ട ജനങ്ങളെ പ്രശ്നത്തിലാക്കാൻ വെറുതെ എന്താ പ്രശ്നം? ആവശ്യമില്ലാതെ ഓൾക്ക് എന്താ പ്രശ്നം? ഇളകാൻ നിക്കണ്ട. അനക്കെ പിടിച്ച് കെട്ടിടാൻ ആളില്ലാറ്റാ. അല്ല എന്താ സംഭവം? നിങ്ങളെ പ്രശ്നം എന്താന്ന് പറയൂ ആധാരമായിട്ട് സുഹൃത്തെ. ഇങ്ങോട്ട് നിങ്ങൾ കെട്ടിടാൻ വെറുതെ ഇങ്ങനെ ആളില്ലായിട്ടാ. കിതച്ചാൽ എങ്ങനെ? എടാ പോത്തെ, ജി പറയണൊക്കെ അടിപൊളി. എന്തെല്ലാം യൂട്യൂബിൽ പൊട്ടത്തര ജി പറയണേ. ഒരു എന്തെല്ലാം ജി പൊട്ടത്തരത്തിന് ഇപ്പൊ ഉദാഹരണം പറയണേ. പറയും. ഞാനൊന്ന് കേക്കട്ടെ. അന്റെ ഒരെണ്ണം പറയും.
പൊട്ട ഇജ്ജന്നല്ലേ യൂട്യൂബ് കൂടി പലതും അതന്നെ അത് ഒരെണ്ണം പറയും. ഞാൻ പറഞ്ഞ പൊട്ടത്തരാണെന്ന് നിങ്ങൾക്ക് ഞാൻ തോന്നി ഒരെണ്ണം പറയില്ല, പറയും. പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയില്ല. അന്നെ പോലത്തെ പൊട്ടന്മാരോട് ഇജ്ജ് സ്വന്തം പറഞ്ഞ കാര്യം ഞാൻ എന്നോട് പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് പൊട്ടത്തരല്ല എന്നും ഞാൻ പറഞ്ഞത് പൂർണ്ണമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. സുഹൃത്തെ, എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ മനുഷ്യന്മാരുടെ സ്വീപ്പാക്കാൻ നിൽക്കുന്നത്? മനുഷ്യന്മാർക്ക് എന്താ സ്വീപ്പ്? നിങ്ങൾ അത് എന്ത് പറഞ്ഞു. സ്വീപ്പ് എന്താ നിങ്ങളെ പ്രശ്നം? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഏടങ്ങറാണ്? അനക്ക് വേറല്ല വല്ല പണിയോ എന്തോ? ഉണ്ട്, പണിയുണ്ട്. ഞാൻ പിന്നെ ഓഫീസിലാ. നിങ്ങളിപ്പോ എന്തിനാ വിളിച്ചത്? അനക്ക് എന്താ പണി? നിങ്ങൾ എന്താണ് നിങ്ങളെ പ്രശ്നം എന്താ സുഹൃത്തെ? ഇന്റെ പ്രശ്നം തന്നെ പ്രശ്നം. എന്റെ ഇളക്കം നിർത്തലുണ്ട് ഇന്റെ പ്രശ്നം. എന്റെ ഇളക്കം നിങ്ങളല്ലേ ഇപ്പൊ എവിടെ ഇളകിക്കൊണ്ടിരിക്കണ? ഞാനാണോ? ഇളകടി ചരിച്ച് എന്തിനാ യൂട്യൂബ് കൂടി അല്ല? ഞാൻ ഇവിടെ എത്ര സ്വസ്ഥമായി ഒരു മിനിറ്റ്. ഞാന് കറങ്ങണ കസേരയിൽ ഇളകാതിരിക്കാണ്. നിങ്ങൾ പറയും എന്തോ അനക്കട മൂട. പിന്നെ 7ാം ക്ലാസ് വരെ എന്തോ അനക്കട മൂട ഇപ്പൊ പഠിച്ചിന്? രാമായണ പഠിച്ചിന്? പിന്നെ രാമായണ ചൈത്താനെ പഠിച്ചിന്? ചോദിച്ചിന് മറുപടി ശൈത്താനെ. പിന്നെ ഒന്നും വർത്താനം പറയാൻ അറിയില്ല. നിങ്ങൾ ഇതാണോ മദ്രസയിൽ പഠിച്ചത്? ഞാൻ പറയുന്ന കേക്ക് ശൈത്താനെ. നിങ്ങൾ അഖലാക്ക് പഠിച്ചിട്ടില്ല? എന്ത്? ഒരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറുക, ഒരു മനുഷ്യനോട് ഇങ്ങനെ സംസാരിക്കുക? അന്നോട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയണേ? നിങ്ങളെ പ്രശ്നം എന്താണ്? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതിന്റെ ഇളക്കം നിർത്തലാണ് നിങ്ങളെ പ്രശ്നം. ഞാൻ ഇളക്കം നിർത്താം. നമുക്ക് ഇളക്കം നിർത്താം. പാവപ്പെട്ട ജനങ്ങളെ നിങ്ങളല്ലേ സ്വീപ്പാക്കണം? നുണ പറഞ്ഞ് സ്വീപ്പാക്കണം നിങ്ങളല്ലേ? അതൊക്കെ വേറെ പണി നോക്കിക്കൂടെ? കഴിഞ്ഞോ? അതൊക്കെ വേറെ പണി നോക്കിക്കൂടെ? നിങ്ങൾ കുറെ പറഞ്ഞിട്ട് നിങ്ങളാണ് കട്ട് ചെയ്യും. അതാണ് ഉണ്ടാകാൻ പോണത്. ആയിക്കോട്ടെ. ഇത് നമ്മൾ എത്ര വലിയമാരെ കണ്ടിക്കണേ. എന്താണ് ദാരിമി? എന്നോട് തീർക്കാൻ ോട് തീർക്കണം. അത് തീർത്തോളി. ഞാനിതല്ലേ കേട്ടോണ്ടിരിക്കണം. ഞാൻ ഇവിടെ കറങ്ങണ കസേല ഇളകാണ്ട് കുത്തിരിക്കുക. നിങ്ങൾ പറയും നിങ്ങളെ പ്രശ്നം എന്താ? എന്റെ പ്രശ്നം തന്നെ. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ യൂട്യൂബിൽ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കും? ഞാൻ നിർത്തണോ? അവിടെ ചെറുക്ക എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ പണി? നിങ്ങളും ഞാനും തമ്മിൽ 9 വയസ്സ് വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ കൺഫേം ആക്കി. ചെങ്ങായി, ആരാണ് അള്ളാന്റെ റസൂല്? ആരാണ് അള്ളാന്റെ റസൂല്? പറയട്ടെ. അറിവുള്ള ആരാണ് അള്ളാന്റെ റസൂല്? നമുക്ക് പറഞ്ഞു തങ്ങളുമാണ്. ഞാൻ പറഞ്ഞു. ഒരു കാട്ടു കൊള്ളക്കാരനാണ് മുഹമ്മദ് റസൂല്. ഒരു കൊള്ളക്കാരനായിരുന്നു. അവിടെ ഒരുപാട് മനുഷ്യരെ കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഒരുപാട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അടിമകളാക്കി പിടിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി ചന്ത. ഹലോ, അല്ല, ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടത്താന്ന് പറഞ്ഞല്ലോ. ഉസ്താദുമായിട്ട് ചേർന്നിരുന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാ? എനിക്ക് ചോദ്യം ചോദിക്കാനും ഉസ്താദിന് ഉത്തരം പറയാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഞാൻ എവിടെ ഇരിക്കുക? വേദിയിലായിരിക്കും അതോ സദസ്സിലിരുന്നിട്ട് ഇങ്ങനെ കുട്ടികളെ പോലെ ചോദ്യം ചോദിക്കുകയാണ്? എങ്ങനെയത്? നിങ്ങൾക്ക് പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഞാൻ പഠിച്ചു കഴിഞ്ഞതാണ്. ഞാൻ പഠിച്ചതിൽ പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മെനക്കെട്ടാ മതി. ആയിക്കോട്ടെ. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, എടക്കര ഇപ്പൊ അടുത്തൊരു പരിപാടി. അങ്ങനെയല്ല, എനിക്ക് ഉസ്താദിനും പറ്റുന്ന ദിവസം ഒരു ദിവസം മറുപടി. അനക്ക് അവിടേക്ക് പോകാൻ പറ്റൂല്ലേ? അനക്ക് അവിടേക്ക് പോകാൻ പറ്റോ? ഇല്ലേ? യെസ് ഓർ നോ പറ. യെസ് ഓർ നോ? യെസ് ഓർ നോ ആശയപരമായിട്ട് സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എന്റെ ഇളകളൊന്നും ഇവിടെ നടക്കൂല. കേൾക്കണോ തീരുമാനിക്കട്ടെ. വെറുതെ ഇളകിക്കൊണ്ടിരിക്കാണ്. ഞാൻ സത്യത്തിന് വേണ്ടിട്ട് എന്റെ പെരീത്ത ആൾക്കാരെ പറ്റി പറഞ്ഞാ പോരെ? എന്തിനാ വെറുതെ ഇല്ല? ഞാൻ മുഹമ്മദ് നബിനെ കുറിച്ച് ഇനിയും പറയും. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളെ ഗ്രന്ഥത്തിലുള്ളതാണ്, നിങ്ങളെ കിതാബിലുള്ളതാണ്, നിങ്ങൾ എഴുതി വെച്ചതാണ്. ഇനിയും പറയും. കംപ്ലീറ്റ് ഞാൻ പഠിച്ചത് 7ാം ക്ലാസ് വരെ പഠിച്ച പോരാ. എന്തോ അനക്കണ മൂട. പിന്നെ ഹൈത്തമി ഉസ്താദിന്റെ ആളല്ല. ഹൈത്തമി ഉസ്താദ് ഒന്നും ഇങ്ങനെ പറയില്ല. ഞാൻ അറിയുന്ന ഷുഹൈബുൽ ഹൈത്തമി ഇങ്ങനെ പറയില്ല. ഞാൻ ഷുഹൈബുൽ ഹൈത്തമിനോട് 3/4 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ഹൈത്തമി ഉസ്താദിന്റെ ശിഷ്യനാണ്?
ഇജ്ജ് ഞാൻ പറയണേ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഹൈത്തമി ഉസ്താദ് പഠിപ്പിച്ചെടുക്കണേ. ശുഹൈബുൽ ഹൈത്തമി ഉസ്താദ് 40 മിനിറ്റിലധികം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നോടൊക്കെ ഇന്നെ പോലത്തെ ആളുകൾ ഇതല്ല അതിലും വലിയ സംസാരിക്കണം. ഞാൻ വിളിച്ച പ്രയോഗം എന്താന്ന് പറയാ, ഞാൻ ശൈത്താനെ ജന്തു അതൊക്കെ ഖുർആൻ അനുവദിച്ചതാണ് അല്ലേ? അന്നോടൊക്കെ ഇതന്നെ പറ്റുള്ളൂ, അന്നോടൊക്കെ ഇതന്നെ പറ്റുള്ളൂ. ഇതുകൊണ്ടാണ് സുഹൃത്ത് ഞാൻ ഈ മതം വിട്ടത്. ആശയപരമായി വിയോജിപ്പുള്ള ആൾക്കാരെ തെറി വിളിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. വിശ്വാസമില്ലാത്തവരെ ചീത്ത വിളിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് പഠിച്ച നിങ്ങൾ നടക്കുന്ന തുള്ളാണ്. എന്തിനാണ് തുള്ളണ്? ആളുകൾ എന്തിനാ സുയിപ്പാവണേ? നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റാത്തോണ്ടല്ലേ? എന്ത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റാത്തതിന് പിന്നെ മെക്കിട്ട് കയറിട്ട് എന്താ കാര്യം? ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്ക്, ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്ക്. ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ പിന്നെ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ പറയണേക്ക് ചന്തു, ഞാൻ പറയണേക്ക് എത്ര പെട്ട മുസ്ലിമീങ്ങളെപ്പെട്ട മുസ്ലിം ഇസ്ലാം മതത്തിൽ പെട്ടതല്ലാത്ത എത്രയോ ആളുകള് ഇസ്ലാമിനെ പറ്റി നല്ലത് പറയണം. എന്താ പറഞ്ഞത്? എന്താണ് നല്ലത് പറഞ്ഞത്? ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു വരുന്നോളൂ. ഏത് ഒലക്കട മൂട്ടുന്നതൊക്കെ പഠിച്ചു കേറ്റിക്കണം. നിങ്ങളെ കിതാബിൽ ഖുർആന്, ഹദീസ്, തഫ്സീർ, പാവപ്പെട്ട ജനങ്ങളെ സ്വീപ്പാക്കാൻ നിൽക്കണേ. അനക്ക് എന്റെ പെണ്ണുങ്ങളെ കുട്ടികളെ നോക്കി നടന്നാ പോരെ. എന്തിനാ പ്രത്യേകിച്ച് യൂട്യൂബ് കൂടി ഞങ്ങളൊരു വിഭാഗത്തിനെ തെറ്റിദ്ധരിപ്പിക്കണേ. ഇതൊന്ന് പെരിയില് പെണ്ണുങ്ങളോട് പറഞ്ഞാ മതി. പെരിയില് പെണ്ണുങ്ങളോട് പെരിയില് പെണ്ണുങ്ങളും കുട്ടികളുണ്ടാവും, അവരോട് പറിച്ചിട്ട് നടക്കുള്ളൂ കേട്ടോ. നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ വന്ന് ഇനിയും പറയും. നമുക്ക് അലനല്ലൂര് തന്നെ ഒരു പരിപാടി വെച്ചാലോ? ഞാൻ വരാം. അലനല്ലൂര് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഞാൻ അവിടെ തെളിയിക്കാം. അത് തെറ്റാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യും. എന്താണ് ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റൂല്ലേ? നിങ്ങൾ പറഞ്ഞ എങ്ങനെ ഞാൻ കേൾക്കാൻ പറ്റൂല്ലേ? അതെങ്ങനെ കേൾക്കാം? നിങ്ങൾ മദ്രസിൽ പഠിപ്പിക്കുന്ന കുട്ടികളോട് പോയി പറയും. എന്തിന് നിങ്ങൾ പറഞ്ഞത് കേൾക്കണം? ഞാൻ ഇവിടെ എന്താ സുഹൃത്തെ എന്നോട് പറയാനല്ലത് എന്റെ ദേഷ്യമൊക്കെ എടുത്തിട്ടാ പനോട് പറയണേ. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാ നിക്കരുത്. എന്താണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഒരു കാര്യം എന്നോട് ഇതാണ് പറയുന്നത്. പിന്നെയും 100 പ്രാവശ്യം പറയുന്നത് തന്നെയാണ്. പാവപ്പെട്ട എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടായിട്ടാ. എങ്ങനെയെങ്കിലും പാവപ്പെട്ട ജനങ്ങള് നല്ല നിലക്ക് ജീവിച്ചു. എന്തിനാ ഉസ്താദുമാര് പോരാത്തതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഉസ്താദുമാര് പോരാത്തോണ്ടല്ലേ ആൾക്കാർ ഈമാൻ ഇക്കോലത്തിൽ പോണത്. നിങ്ങൾക്ക് വെറും ഈ ഉലുമ മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോ കാണിക്കണതിന്റെ പേര് ഇലുമുന്ന നിങ്ങളിപ്പോ ഒരു ദാരിമ്യാണല്ലോ. നിങ്ങളിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ഇലുമിന്റെ ആണോ ലുലുമിന്റെ ആണോ? ഞാൻ പറയണേക്ക് നിങ്ങളിപ്പോ കാണിക്കുന്നത് ഇലുമാണോ ലുലുമാണോ? അതിന് പറഞ്ഞാൽ മതി. പറയാ കേക്ക്. പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അന്നെ പോലത്തെ കുറച്ച് ആളുകൾ അറിഞ്ഞിട്ടില്ലേ? ഒരു കാര്യം മനസ്സിലാക്കുക. പോലും തെറ്റിദ്ധാരണയിൽ വീഴാതിരിക്കാൻ നിങ്ങൾക്ക് പണിയെടുത്തുകൂടെ? നിങ്ങൾ എന്തിനാണ് വെറുതെ ചെലവുടി പോയിട്ട് തിന്നു മുടിച്ച് അവിടെ ഇരിക്കണോ? ഈമാ സംരക്ഷിക്ക്. എന്റെ ഈമാനും മറ്റുള്ളവരെ ഈമാനും സംരക്ഷിച്ചുകൊണ്ടല്ലേ ജിബിലീസിന്റെ പണിയില്ല പഠിക്കണത്. ഞാൻ ഈമാൻ തെറ്റിക്കാൻ പോകുന്ന നടക്കുന്ന ആളാണ്. ഞാൻ ഈമാൻ തെറ്റിക്കാൻ പോകുന്ന നടക്കുന്ന ആളാണ്. ബിലീസിന്റെ പണിയിലെ പഠിക്കണത് അല്ല. ബിലീസിന്റെ പണി ഞാനാണ് മനുഷ്യന്മാരെ പണിയെടുക്കണേ. ഇബിലീസിന്റെ പണിയെടുത്ത ആള് വേറെ. ഇബിലീസിന്റെ പണി സത്യത്തിൽ പറഞ്ഞ ജിബിലീസിന്റെ പണിയെടുത്ത. എന്താണ് ഇബിലീസിന്റെ പണി? കാരണം ഇബിലീസിന് വേറെ പണിയൊന്നുമില്ല. കണക്ക് വിട്ടാൻ നിൽക്കായിരിക്കും പണി. ഇബിലീസ് അവിടെ ചിരിച്ചുങ്ങാട്ടിങ്ങനെ കുത്തിരിക്കും. എന്നെ പോലത്തെ കുറച്ച് ആളുകൾ ഇബിലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇജ്ജ്.
പിന്നെ അന്നെ പോലത്തെ പക്ഷെ എന്താ അറിയില്ല, വിശ്വാസികളായിട്ടുള്ള കുറെ ആൾക്കാർക്ക് ഇന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ. അന്നെ ഇഷ്ടം തന്നെ, അന്നെ ഇഷ്ടം എടാ ചെറുക്ക, അന്നെ ഇഷ്ടം കൊണ്ട് കുറെ ഉസ്താദന്മാര് വിളിക്കും പള്ളിയിൽ നിങ്ങളിപ്പോ മുക്രിയല്ലേ, നിങ്ങളിപ്പോ മുഅദ്ദിനല്ലേ, ഞങ്ങളെ വലിയ നിങ്ങളിപ്പോ മുഅദ്ദിനല്ലേ, അന്നപ്പെടുന്ന എന്റെ വിശ്വാസം എന്റെ ഒലക്കട മൂടൊക്കെ ഇവിടുന്ന് പറപ്പിച്ചിട്ട് വിടുള്ളൂ കേട്ടോ. ഒലക്കട മൂട എങ്ങനെ പറക്കുക, അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒലക്കട മൂട് പറക്കണത്. എടാ ചെറുക്ക 100% ആളുകൾ ഇസ്ലാമിന് അംഗീകരിച്ചിട്ട് അന്നെ പഠിച്ചതാരാ ഇജ്ജ് പറഞ്ഞു, അന്നെ പഠിച്ചതാരാ? ശ്വാസെടുത്തു ഇജിന്നെ ശ്വാസിപ്പിച്ച് നമുക്കൊന്നും വേണ്ട. അന്നെ പഠിച്ചത് ആരാണ്? പറയട്ടെ, അന്നെ പഠിച്ചത് ആരാണ്? പറഞ്ഞുതരാം, നിങ്ങൾ മിണ്ടാതിരിക്കെ, നിങ്ങൾ പറയോ, കേക്കോ, അതിന്റെ അടിയിൽ കിടന്ന് തുള്ളുവോ? ഇല്ല പറയാം, മറുപടി പറയണം, ഒറ്റയ്ക്ക് മറുപടി പറയണം. എന്നെ പഠിച്ചതും നിങ്ങളെ പഠിച്ചതൊക്കെ ഒരേപോലെ തന്നെയാണ്. ആരാണ്? ഒരേപോലെ ചോദിച്ചത്. നിങ്ങളെ പഠിച്ചതും എന്നെ പഠിച്ചതും എല്ലാരും ഒരേപോലെ ഉണ്ടായത്. ആരാ പഠിച്ചോന്ന് ചോദിച്ചു. ആരാ പഠിച്ചത്? നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ആരെ പഠിച്ചത്? ആരാ? എന്നോട് ചോദിച്ചു. നിങ്ങൾ എങ്ങനെ ഉണ്ടായി? അങ്ങനെ തന്നെ ഞാനുണ്ടായി. ആയിക്കോട്ടെ, ചോദിച്ചിന് മറുപടി എന്താ ചോദിക്കാനുള്ളത്? ഇതിപ്പോ വലിയ ചോദ്യം. എന്നോട് പണ്ട് വേറൊരു ഉസ്താദ് വിളിച്ചിട്ട് ചോദിക്കുക, തെങ്ങാണോ തേങ്ങാണോ ആദ്യം ഉണ്ടായത്? ആരാ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാലേ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എങ്ങനെ ഉണ്ടായി അങ്ങനെ തന്നെ ഞാനുണ്ടായതെന്ന്. അതല്ല പിന്നെ അന്നെ പഠിച്ച ആൾ നിങ്ങൾ എങ്ങനെ ഉണ്ടായി? നിങ്ങൾ എങ്ങനെ ഉണ്ടായി? ഞാൻ പഠിച്ച നിങ്ങൾ എങ്ങനെ ഉണ്ടായി പറയും. ഞാൻ പറയണ കേക്ക്. ഞാനാണ് എന്നോട് ആദ്യം അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എളുപ്പത്തിനാണ്. നിങ്ങളെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ പിന്നെ എളുപ്പമാണല്ലോ പറഞ്ഞുതരാൻ. നിങ്ങൾ ഉണ്ടായ പോലെയാണ് ഞാൻ ഉണ്ടായത്. ആയിക്കോട്ടെ, എങ്ങനെ ഉണ്ടായി? നിങ്ങൾ ഉണ്ടായ പോലെ തന്നെ. എങ്ങനെയാണ് അന്നെ പഠിച്ച ഒരാൾക്ക്? നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെ തന്നെ ഞാൻ ഉണ്ടായത്. അങ്ങനെ പറഞ്ഞോണ്ട് അതെങ്ങനെ വിശദീകരിച്ചോണ്ട് എന്താ കഥ? ഞാൻ എന്താ ഫാത്തുൽ മീൻ വായിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടായത് അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചിനെ ശരിക്കും മറുപടി അല്ലേ ഇപ്പൊ തരുന്നത്. എന്തൊരു എങ്ങനെ ഉണ്ടായി? ഞാൻ ഉണ്ടായ നിങ്ങൾ എങ്ങനെ ഉണ്ടായി? നമ്മള് രണ്ടാളും വേറെ വേറെ രീതിയിൽ ഉണ്ടായതാണ് നമുക്കറിയാലോ. നിങ്ങൾ എങ്ങനെ ഉണ്ടായി? എടാ കുട്ടിയെ, ഞാൻ പറയണ ഞാൻ ചോദിച്ചിന് മറുപടി. ഞാൻ നിങ്ങളല്ലേ കുട്ടിയെന്ന് വിളിക്കണ്ട, നിങ്ങളല്ലേ ഇളയത്. മൂത്ത ആളോട് സംസാരിക്കുന്ന ഒരു ബഹുമാനം കാണിക്കുക. ഞങ്ങൾ അവിടെ ഇക്കാക്കാന്ന് വിളിക്കും, നിങ്ങളെ വിളിക്കണ്ട, പേര് വിളിക്കും. അതല്ല ഞാൻ നിങ്ങൾ എങ്ങനെ ഉണ്ടായി? അന്നീം മിന്നക്കാര പഠിച്ചത്, അതിന് മറുപടി. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടായത് അങ്ങനെ തന്നെ ഉണ്ടായത്. പിന്നെന്താ പ്രശ്നം? അപ്പൊ നമ്മൾ ഒരേ വിശ്വാസത്തിലല്ലേ? അതല്ല, പഠിച്ച ആൾക്ക് ആ ഖാലിഖിനൊരു പേരുണ്ടല്ലോ. എന്റെ ഖാലിഖിന്റെ പേര് മുഹമ്മദ് എന്നാണ്. നിങ്ങളെ ഖാലിഖിന്റെ പേരെന്താ? മുഹമ്മദ് നബിന്റെ പേരല്ലോ പറഞ്ഞത്. മുഹമ്മദ് നബി അല്ലോ, എന്റെ പാപ്പാന്റെ പേര് പറഞ്ഞതാ. ഹലോ, ലിയാഖത്തല്ലേ? നേരത്തെ വിളിച്ച ആളാണ്. പറയൂ. പിന്നെ എന്റെ വീട് എവിടെയാണ്? ആര്യമ്പാവില് എവിടെയാണ്? എന്താണ് നിങ്ങളെ കാര്യം പറയൂ സുഹൃത്തെ. അല്ല, എന്റെ ഒന്നുമില്ല സുഹൃത്തെ, എന്റെ വീടൊന്നും അറിഞ്ഞിരിക്കണം. എന്തിന്? ഒന്നുമില്ല, വെറുതെ. വീട്ടിലല്ലോ. അതല്ല, ഏത് മഹല്ലുകാരനാ നീ? എന്താണ് കഥ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്ന ആശയങ്ങളെ കുറിച്ച് സംസാരിക്കും സുഹൃത്തെ. അതല്ല സുഹൃത്തെ ഞാൻ ചോദിക്കുന്നു. ഞമ്മളിപ്പോ ആശയത്തെ കുറിച്ചല്ലേ ഇപ്പൊ ചോദിക്കണേ. ഞാൻ പറഞ്ഞ ആര്യമ്പാവില് എവിടെയാണ് വീട്? എന്താണ് നിങ്ങളെ ഈ വീടും അഡ്രസ്സും ഒക്കെ എന്തിനാണ്? നമ്മളൊരു ആശയത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. നമ്മളൊരു നാട്ടുകാരനല്ലേ? നാട്ടുകാരനെ ഞാൻ അരന്തല്ലൂര് കൊമ്പാക്കര വീട്. ഏത് മഹല്ലിലാണ്, ഏത് വാർഡിലാണ് നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ. എന്തെല്ലാം നല്ല കാര്യങ്ങളാ. നമ്മളിപ്പോ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ നല്ല തന്നെയല്ലേ? എന്തിന്? എന്താണ് പറയൂ, എന്തിന്? അല്ല, ഞാൻ കുട്ടിയെ പറയാ, എന്റെ വീട് എവിടെയാണ്? അല്ല, എന്താണ് നിങ്ങളെ കാര്യം? എന്താണ് നമ്മളെ ആശയങ്ങള് എന്നെ കുറിച്ച് ഞാൻ പലരോടും സംസാരിച്ചു. എന്നെ കുറിച്ചിട്ടും പലരും പറയുന്നത് മോശപ്പെട്ട വർത്താനം. എന്താന്ന് ചോദിച്ചാല് ഞാൻ പറയണ കേക്ക്. യൂട്യൂബില് പലതും പല തമ്മാടിത്തരം പറഞ്ഞങ്ങാണ്ട്
ആളുകളെ പറ്റിക്കാനും മറ്റു ഇസ്ലാമിനെതിരെ വളച്ചൊടിച്ച് ഇസ്ലാമിനെതിരെ പച്ചത്തെറികൾ പറഞ്ഞങ്ങാണ്ട്. എടാ ചെറുക്ക അന്റെ ആപ്പിമ്മയൊന്നും മുസ്ലിം അല്ലേ? അവൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി ചോദിക്കണ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ പൊന്നാര മോനെ എന്റെ വാപ്പിമ്മ നിങ്ങള് മുസ്ലിമാണോ നിങ്ങള് അല്ലേ? നിങ്ങള് സംസാരിക്കാൻ അനുവദിക്കേ? സംസാരിക്കാൻ അനുവദിക്കേ? റേഡിയോ തുറന്നു വെക്കാനാണെങ്കിൽ, എന്ത് റേഡിയോ പോലെ തുറന്നു വെക്കാനാണെങ്കിൽ ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഹബീബെ ഇജ്ജ് പറയണ കേക്ക്. എന്റെ വാപ്പി മുസ്ലിം ആണോ അല്ലേ? മുസ്ലിം അല്ലേ? ആ പാവപ്പെട്ട എടാ കുട്ടി അന്നൊക്കെ എത്ര ആയിട്ട് തന്നെ വളർത്തിണ്ടാവുക. അംഗൻവാടി ലെവലിലാണല്ലോ താങ്കൾ. അംഗൻവാടി ലെവലല്ല കുട്ടി. അന്നെ കൊണ്ട് ഉപകാരം. എടാ കുട്ടി അന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന എന്റെ അപ്പാക്ക് ഉപകാരം കുട്ടിയെ. ഞാനോട് പറയട്ടെ, ഉമ്മാക്കും ഇന്നെ കൊണ്ട് ഉപകാരം കിട്ടാൻ വേണ്ടിട്ടാ. ഇന്നെ കൊണ്ട് ഈ ദുന്യാവിലേക്കും നാളെ മരിച്ചു ചെന്നാ കബറിലും ഉപകാരം കിട്ടാം. അതിന് വേണ്ടിട്ടാണ് എന്നെ പോറ്റി വളർത്തുന്നത്. അല്ലാതെ വെറുതെ അങ്ങോട്ട് ഇല്ലൊക്കെപ്പാടെ വെച്ച് തിന്നാൻ വേണ്ടിട്ടല്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ കുട്ടി ഞാൻ എന്നോട് ഒരു ഉപദേശം, ഉപദേശങ്ങളൊരു പിന്നെ നമുക്ക് മാറാവ്യാധി രോഗം വന്നു, ക്യാൻസർ തന്നു, വരൂലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ വന്നാ എന്താക്കും? വരൂലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താക്കും? അപ്പൊ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ പൊന്നു ഹബീബ, നമ്മളെ വീമ്പും എല്ലാ കാര്യങ്ങളും എല്ലാ യുക്തിവാദവും എല്ലാ വാദവും അപ്പൊ പോവും. അപ്പൊ സഹായിക്കണേ, വേദനയൊന്ന് രക്ഷപ്പെടുത്തണേന്ന് പറയാൻ ആരും രക്ഷപ്പെടുത്താനുണ്ടാവൂല. നിങ്ങൾ ചെറിയ കുട്ടികളെ പേടിപ്പിക്കണ പോലെ സാധനം കൊണ്ടാണ് പേടിപ്പിക്കല്ല കുട്ടിയെ, ഞാൻ അനക്ക് നല്ലത് പറഞ്ഞു തരാണ്. എങ്ങനെയെങ്കിലും നന്നാവാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞു പറയണ കേട്ടോ. എങ്ങനെ നല്ലത് പറഞ്ഞുതരാ? എന്നെ നന്നാക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ? തിരിച്ച് തൗഹീദിലേക്ക് കൊണ്ടുവന്ന ആഗ്രഹം ഉണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ റേഡിയോ തുറന്നു വെച്ചിട്ട് കാര്യമില്ല. അതിന് നിങ്ങൾ റേഡിയോ തുറന്നു വെച്ചിട്ട് കാര്യമില്ല സുഹൃത്തെ. എന്റെ ചോദ്യം എന്താന്ന് കേൾക്കണം. അതിന് നിങ്ങളുടെ അടുത്ത് ഉത്തരം ഉണ്ടോ നോക്കണം. ഹബീബെ ഞാനോട് പറയണേക്ക്, നിങ്ങൾ എന്ത് പറയണേക്കണേ? എത്ര മണിക്കൂറായി ഇത്? ഹബീബെ അനക്ക് ബുദ്ധി വെച്ചത് മുതല് ബുദ്ധി വെച്ചതിന്റെ ശേഷം ഇപ്പൊ അടുത്തായിട്ടായിരിക്കും യുക്തിവാദത്തേക്ക് കടന്നിക്കുക. അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ ഒരു ഭാഗത്ത് അതിന് മറുപടി പറയൂട്ടി. അതിന് മറുപടി പറയും. അറിയാവുന്ന ആളാണോ? ഏതെങ്കിലും മദ്രസ്? ഹബീബെ ആണേനും ഇന്റെ ഉസ്താദിനെ പറഞ്ഞ അറിയോ? ഇല്ലേ? അറിയോ? നിങ്ങൾ പേര് പറഞ്ഞു കേക്കട്ടെ. അറിയോ? കെ മുഹമ്മദ് ആരിഫ് ഉസ്താദിനെ അറിയോ? അറിയും. എവിടെല്ലാ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാന്. എവിടെല്ലാതാ പറയുന്നത്? എവിടെല്ലാതാണ്? ഏത് ആ ഉസ്താദിന്റെ ഏകദേശം ഒരു കോണം എന്താന്ന് അറിയണ ഇപ്പൊ നിങ്ങളെ സംസാരം കേട്ടാ പോരെ? പൊന്നാര സുഹൃത്തെ, എന്റെ ഉസ്താദ് എവിടെ കിടക്കണ? ഇന്ത്യൻ കോട്ടക്കൽ ഇന്ത്യൻ സ്ഥലത്ത് കിടക്കുന്ന ആളാ. ആയിക്കോട്ടെ. ഉസ്താദ് എവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയോ? എവിടെയെങ്കിലും ആയിക്കോട്ടെ. അതിനെന്താ? എന്റെ ഉസ്താദ് കൊടക്കല്ലോ, തിരുനാവായ കൊടക്കല്ലോ, ചെറിയ പരപ്പൂരാര് അവിടെ പള്ളിയിൽ. എവിടെ ആയിട്ട് എന്താ പഠിപ്പിച്ചിറക്കണ കുട്ടികൾ ഈ കോലത്തിലല്ലേ? ഹബീബെ ഇപ്പടുത്തല്ലേ ഒരു 10 എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരാളോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന്, ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത ഒരാളെയാണ് ഞാൻ റെഡിയാണ്. സമാധാനം. നിങ്ങൾ എവിടെ സമാധാനം? നിങ്ങളിപ്പോ 3 തവണയായിട്ട് ഇതിപ്പോ ഏകദേശം ഒരു 20 മിനിറ്റിന്റെ അപ്പുറത്തേക്കായി സംസാരം. നിങ്ങൾ ഒരു മിനിറ്റ് എന്നെ സംസാരിക്കാൻ വിടുകയോ എന്റെ ഒരു ചോദ്യം അഡ്രസ് ചെയ്യുകയോ എന്റെ ഒരു കാര്യത്തിന് മറുപടി പറയുകയോ ചെയ്തിട്ടുണ്ടോ? അതിനുള്ള ത്രാണി നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ആകെ പഠിച്ചിട്ടുള്ളത് ബഹളം വെക്കലാണ്. നിങ്ങൾ എടക്കുട്ടിയെ പൊന്നാരക്കുട്ടിയെ ചെറുക്ക പോട്ട എന്ന് പറഞ്ഞത് ഇരിക്കല്ലാതെ ഒരു മിനിറ്റ് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് അതിനുള്ള പാങ്ങില്ല. അതാണ് പ്രശ്നം. എന്ത് കേക്കണ്? ഞാൻ പറയട്ടെ? നിങ്ങൾ എന്നെ വിളിക്കുമ്പോ നിങ്ങൾ എന്നെ കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനില്ല. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ആശയം തെറ്റാണെന്നോ ഒന്ന് തീർക്കട്ടെ. ഒരു മിനിറ്റ് സംസാരിക്കട്ടെ. ഞാൻ പറയട്ടെ സുഹൃത്തെ. നിങ്ങൾ എന്നാ ഞാൻ ഇതുവരെ പറഞ്ഞതിനകത്ത് ഒരു പൊട്ടത്തരം പറഞ്ഞു എന്നാണല്ലോ നിങ്ങൾ എന്നെ പൊട്ടാന്നാണല്ലോ വിളിക്കുന്നത്. ഒരു മണ്ടത്തരം പറഞ്ഞു പറയോ? നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞൊരു മണ്ടത്തരം പറയും.
ഇജ്ജ് പറഞ്ഞ മണ്ടത്തരല്ല പിന്നെ എന്താ പറയാ, എന്നാ ഞാൻ ഒരെണ്ണം ചോദിച്ച പറയ്, ഒരു മറുപടി അറിയാം. ഉദാഹരണം പറയ്. ഇജ്ജ് ഇപ്പൊ അടുത്തല്ലേ 10 കൊല്ലായിട്ടുണ്ടാവുള്ളൂ, 10 ഇല്ലേ 10 സുഹൃത്തെ, 10 ഞാൻ പറഞ്ഞ അനക്കിപ്പോ എത്ര കാര്യത്തിൽ വയസ്സായി? ഒരു 40 കാര്യം വയസ്സായില്ലേ? പറയേ. 10-20 കൊല്ലം മുമ്പേയുള്ള യുക്തി ഇപ്പൊ അടുത്തല്ലേ യുക്തി ഭാഗത്ത് ഞാൻ ഇപ്പൊ കിടന്നിട്ടുള്ളത്. ഇന്നലെയാണ് ആയതെന്ന് വിചാരിക്കുക, അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ ഞങ്ങക്ക് ഇതിന്റെ മുമ്പൊക്കെ എന്തേലും പണി ഇപ്പൊ? അപ്പൊ ഇതൊന്നും ചോദ്യമല്ല സുഹൃത്തെ. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം എന്നെ ഗണ്ണിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായ മറുപടി പറയാൻ വയ്യ. അപ്പൊ നിങ്ങൾ കുറിച്ച് കുറെ ഫ്രസ്ട്രേഷൻ തീർക്കാണ്. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അതിന് നല്ലൊരു ആശുപത്രി പോവുക, ഡോക്ടറെ കാണിക്കുക, സമാധാനം കിട്ടാൻ ഗുളിക വാങ്ങിക്കൊടുക്കുക. എനക്കൊക്കെ നല്ല വർത്താനം പറയാൻ എന്നോട്. നമ്മളെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ വന്നങ്ങാണ്ട് ചാള മുസ്ലിമിനെ തകർക്കാൻ നിൽക്കുക ഹംക്കെ. ഇങ്ങനെ ഈ മുസ്ലിങ്ങൾ തകർക്കണേ? എടാ അജയ്, ഞാൻ ആരെങ്കിലും വടിയെടുത്ത് പിന്നാലെ കൂടി തല്ലുന്നുണ്ടോ? എന്തെങ്കിലും പറയണേ, എന്തെങ്കിലും ഉദ്ദേശിച്ച മനസ്സിലായില്ല. എടാ ചെക്ക, വല്ലാതാണ് ആളാകണ്ട. ആളായ നിങ്ങൾ എന്താക്കും? പാവപ്പെട്ട മുസ്ലിമിങ്ങളെ തകർക്കാൻ വേണ്ടിട്ടേ, പാവപ്പെട്ട മുസ്ലിമീങ്ങൾ നിങ്ങളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കണത്, നിങ്ങളാണ് അതിനെ പറ്റിച്ചോണ്ടിരിക്കണത്, നുണ പറഞ്ഞ് പറ്റിക്കാണ് നിങ്ങള്. നമ്മൾ അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുകയും അവര് ശരിയായ ബോധ്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ നുണ പറഞ്ഞ് ഇതേമാതിരി ഒച്ചട്ടും ആൾക്കാരെ പറ്റിച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോവില്ല. ഇപ്പൊ ഞാനും നിങ്ങളും സംസാരിക്കണ ഈ സംസാരം കേട്ടാൽ ഒരു 10 ആളുടെങ്കിലും ഈമാൻ പോകും. നമുക്ക് നോക്കല്ലേ, ഒരു 10 ആളെ മുന്നിൽ വെച്ച് എനിക്ക് ഈ വർത്തമാനം പറയുന്നത്. ഇത് വേറൊന്നും വേണ്ട, ഈ ഓഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇത് കേട്ടാൽ തന്നെ നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സ് വായിച്ചോളൂ. നിങ്ങൾ എന്ത് ഉസ്താദാണ്, നിങ്ങൾ എവിടുത്തെ ദാരിമിയാണ്? നിങ്ങൾ പറഞ്ഞേ. ഒരു മനുഷ്യനെ ഫോൺ ചെയ്തിട്ട് അയാളെ സംസാരിക്കാൻ സമ്മതിക്കാതെ മറുഭാഗത്ത് നിന്ന് ബഹളം ഉണ്ടാക്കുക, ഇതാണ് നിങ്ങളെ സംസ്കാരം? ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചതിനൊക്കെ നിങ്ങൾ ഗണ്ണം മറുപടി പറഞ്ഞിട്ടാണല്ലോ പോയത്. ഞാൻ എന്നോട് ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്താണ് ആ ചോദ്യം? ഒന്നുകൂടി പറയും. ഞാൻ എന്നോട് ഒരു മണിക്കൂറല്ല, ഒരു 2-3 മണിക്കൂർ ഇപ്പൊ സമയത്തറേ. എത്ര ആയിക്കോട്ടെ. ഇതിനു മുമ്പ് വിളിച്ചപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഒന്നുകൂടി അന്നെ പഠിച്ചതാരാ? എന്നെ പഠിച്ച ഞാനും നിങ്ങൾ ഒരേപോലെ ഉണ്ടായതെന്ന് ഞങ്ങൾ പറഞ്ഞത് ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കോലത്തിലല്ലേ. എന്നെ പഠിച്ച ആളുടെ പേര് പറഞ്ഞപ്പോ നിങ്ങൾ പേടിച്ചോടി. ഇനിയിപ്പോ എന്നെ പഠിച്ചത് മുഹമ്മദാണ്. പഠിച്ചതല്ല സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചതെന്നാണോ പഠിച്ചതെന്നാണ് എന്താ പറയാ, മാനുഫാക്ചർ ചെയ്തതെന്ന് എന്തൊക്കെ പറയാം. എന്റെ ജനനത്തിന് കാരണക്കാരൻ മുഹമ്മദാണ്. എന്റെ വാപ്പാന്റെ പേരാണ്. നിങ്ങൾ വാപ്പാന്റെ പേര് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? ഞാൻ പറയണേ ഹബീബെ, നമുക്ക് സംസാരിച്ചു പോകാം സുഹൃത്തെ. ചോദ്യം ചോദിക്കാൻ വന്ന മാഷ ഞാൻ ഞാൻ സ്വീകരിച്ചു. അല്ല, നമ്മൾ രണ്ടാളും ഒരേപോലെ തന്നെയല്ലേ ജനിച്ചത് ഭൂമിയിലോട്ട്? ഞാൻ പറയണേ കുട്ടിയെ, നിങ്ങൾ ഇങ്ങോട്ട് പറയും സുഹൃത്തെ. നിങ്ങൾക്ക് എന്തത്ര ബേജാറ്? നിങ്ങൾ എത്ര പേടിയായാലും എങ്ങനെ? ഞാൻ പറയണേ, നമ്മൾ രണ്ടുപേരും ബയോളജിക്കലായിട്ട് ജനിച്ചത് ഒരേപോലെ ആണോ അല്ലേ? ഞാൻ പറയണേ കേക്ക്, നമ്മൾ രണ്ടാളും ഭൂമിയിലേക്ക് ജന്മമെടുത്തത് ഒരേ രീതിയിലാണോ അല്ലേ? എന്തെങ്കിലും പറയാനൊരു മടി? എടാ കുട്ടി, ഞാനാണ് പറയണേക്ക്, എന്തെങ്കിലും മടി? നമ്മളൊക്കെ പഠിച്ചതാണ്. നമ്മളൊക്കെ ഞാനും നിങ്ങളും ഭൂമിയിൽ ജന്മമെടുത്തത് ഒരേ രീതിയിലാണോ അല്ലേ? നിങ്ങൾ പറയും. ഞാൻ ചോദിച്ചതിനല്ലേ മറുപടി? നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. അതിന്റെ മോൾക്ക് നിങ്ങൾ കൺഫർമേഷൻ ആണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലാണോ അറിയണമല്ലോ നമുക്ക്. സൃഷ്ടാവ് ആരാണ് ഇതില്? സൃഷ്ടാവ് ആരാണ്? എന്താ ഈ സൃഷ്ടാവ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഖാലിഖ്, ഈ ലോകം പടച്ചതുപോലെ ലോകത്തുള്ള വസ്തുക്കളാവട്ടെ, മനുഷ്യരാവട്ടെ, ജിന്നാവട്ടെ, ശൈത്താന്മാരാവട്ടെ, എന്തെല്ലാം ചരാചര വസ്തുക്കളുണ്ടോ അതിനൊക്കെ പടച്ചതാരാ? അറിയില്ല. അനക്കറിയോ? ഇല്ല. നിങ്ങൾക്ക് അറിയോ? ഇച്ചറിയോ? എങ്ങനെ? ഇജ്ജൊന്നും പറഞ്ഞ അല്ല, നിങ്ങൾ പറഞ്ഞേരി. എനിക്കറിയില്ല. നിങ്ങൾ എനിക്ക് പറഞ്ഞേരി. ഞാൻ അള്ളാഹു ആരാണ്? അനക്കറിയോ? അല്ല, എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞേരി. അള്ളാഹിനെ കുറിച്ച് എനിക്കറിയില്ല. ഇല്ല. ഇജ്ജ് പിന്നെ 7 വരെ മദ്രസ പോയി? അള്ളാഹിനെ കുറിച്ച് നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത്? ഈ സൃഷ്ടാവ് എന്ന് പറഞ്ഞ ആള് ഈ അള്ളയാണ് ഇത് സൃഷ്ടിച്ചതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞേരി. അവിടെ കുട്ടി ഇജ്ജ് പിന്നെ എന്തിനാ ഇത് മദ്രസയിൽ അങ്ങനെ കുറെ പൊട്ടത്തരം അവിടെ പറഞ്ഞത്? നിങ്ങൾ പൊട്ടത്തെറ്റാന്ന് മനസ്സിലായതുകൊണ്ടാ തിരിച്ചു പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇജ്ജ് മദ്രസയിൽ ഇത്രയും 7 വർഷക്കാലം പഠിച്ചിട്ട് ആ ഒരു അറിവും കൂടി എനിക്കില്ല? ആ അറിവ് മണ്ടത്തരമായിരുന്നു തിരിച്ചറിവാണ് സുഹൃത്തെ പറഞ്ഞത്. എടാ കുട്ടി, ഞാൻ പറയണ കേൾക്കാ. ഞാൻ പറഞ്ഞ മറുപടി അറിയിച്ചു. എന്ത്? ഇജ്ജിപ്പോ 7 വർഷക്കാലം മദ്രസയിൽ യുക്തിവാദമൊന്നുമില്ല. അല്ല കുട്ടി, അപ്പൊ അനക്ക് ഈ യുക്തിവാദമൊന്നുമില്ല. അത് പൊട്ടത്തെറ്റായില്ലേ? ഇത് അള്ള പഠിച്ചതാ? എന്ത് പൊട്ടത്തെറ്റാ? അള്ള പഠിച്ചതാണോ ഇതൊക്കെ? പിന്നെ ആര് പഠിച്ചു? എന്താ തെളിവ്?
എന്താ തെളിവ്? പറയ് ചെറുക്കാൻ പറഞ്ഞത് എങ്ങനെ അത് അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? എനിക്കിന്റെ പഠിച്ച റബ്ബ് സൃഷ്ടിച്ചതാണ് എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി? തെളിവാണ്, ഖുർആൻ തെളിവാണ്. എന്ത് ഖുർആന്? എന്ത് ഖുർആൻ? അയാൾ ചെറുക്കാൻ അന്നോടൊക്കെ വർത്താനം നമുക്ക് പഠിച്ചു പോകാം, ചോദിച്ചു പോകാലോ. പറയും ഞാൻ എന്റെ കോള് ഇതൊക്കെ അള്ളാഹു ആണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? എങ്ങനെ സൃഷ്ടിച്ച എനിക്കറിയില്ലേ? ഇല്ല. അല്ലെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കട്ടെ, നിങ്ങൾ ചോദ്യം ചോദിക്കൽ നിങ്ങൾ എനിക്ക് അറിയാത്തൊരു കാര്യം ഒരു ദാരിമീനോട് ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ പറഞ്ഞുതരല്ലേ വേണ്ടേ? ഞാനിപ്പോ മറുപടി എനിക്ക് പറഞ്ഞു നിങ്ങൾ ഞാൻ ഈ പറഞ്ഞുതരല്ലേ വേണ്ടിയേ? നിങ്ങൾ പറഞ്ഞേരി. ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ചോദ്യം മാത്രമുള്ള ഉത്തരവില്ലേ സുഹൃത്തെ? ഉത്തരല്ല അപ്പൊ എന്നോട് പറഞ്ഞു. എനിക്കറിയാത്തൊരു കാര്യം നിങ്ങളോട് ഞാൻ ചോദിക്കാണ്. നിങ്ങൾ പറഞ്ഞു ഇതൊക്കെ അള്ളയാണ് സൃഷ്ടിച്ചത്. എന്നോട് ചോദിച്ചു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞു അള്ളയാണ് സൃഷ്ടിച്ചത്. ഈ ഭൂമി മൊത്തം സൃഷ്ടിച്ചതേ, ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചത് അള്ളയാണെന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. എന്നോട് ചോദിച്ചപ്പോ എനിക്ക് അറിയില്ല, ഇതിന്റെ ഉൽപ്പത്തിന്റെ പുറകിലുള്ള ചരിത്രം ഒന്നും എനിക്ക് അറിയില്ല. അത് ശാസ്ത്രജ്ഞന്മാർ അന്വേഷിച്ചോണ്ടിരിക്കണുള്ളൂ. ആ അറിവ് നമ്മൾക്ക് കിട്ടിയിട്ടില്ല പൂർണ്ണമായിട്ട്. അപ്പൊ നിങ്ങൾ പറയണു ഇതൊക്കെ അള്ള സൃഷ്ടിച്ചതാണ്. അപ്പൊ അള്ള സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ എനിക്കതൊന്ന് പറഞ്ഞുതരി. അള്ള സൃഷ്ടിച്ചതാണ് നിങ്ങൾ ഇന്നൊന്ന് ബോധ്യപ്പെടുത്തി തരി. ഈ ഫിറഔനാണ് സംഗതി കേട്ടിക്കണോ? ഫിറഔനെ കേട്ടിക്കണോ? നിങ്ങൾ മായാവിന്ന് പാടാണത്. ഫിറഔനാണ് സംഗതി നിങ്ങൾ മായാവിന്ന് കേട്ടിക്കണോ? ഫിറഔനെ കേട്ടിക്കണോ? നിങ്ങൾ ഇപ്പോഴും അതാ അനക്കൊക്കെ മനസ്സിലാൻ വേണ്ടി സഭ കൂടി ഇപ്പോഴും നിങ്ങളൊന്ന് പറഞ്ഞു സുഹൃത്തെ, എന്തൊരു കഥ അതറിയോ ഇല്ലേ? എങ്ങനെയാണ് ഏത് ആ ഈജിപ്തിലുണ്ട് മമ്മിയോ അല്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി ഈജിപ്തിലുള്ള മമ്മി കടലിൽ മുങ്ങിത്താന്ന ഫിറൗനാണെന്നാണ് ഇപ്പൊ നിങ്ങളെ വാദം? അവന്റെ ജീവപ്പോലും ഇല്ലേ? എവിടെ? ഓനെപ്പോഴും അത് ശവകുടീൽ ഇപ്പോഴും ഇല്ലേ? എവിടെ എവിടെ ഉള്ളത്? നിങ്ങളിത് ഏത് നൂറ്റാണ്ടിലാണ് ലോകത്താണ് ചങ്ങായി? എന്ത് എവിടെ? അള്ള കടലിൽ മുക്കിത്താത്തിയ ഫിറൗന്റെ ബോഡി എവിടെയുള്ളത്? എവിടെ ഉള്ളത്? അനക്കറിയില്ല. ഇല്ല. അനക്കറിയില്ല? ഇല്ല. നിങ്ങൾ പറഞ്ഞേരി. അനക്കറിയില്ല? ഇല്ല നിങ്ങൾ പറഞ്ഞേരി. ഈ കണ്ട പുസ്തകമൊക്കെ വായിച്ചിട്ട് അപ്പൊ ഇത് ഒരു കാര്യം കേട്ടാല് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കണ പരിപാടിയൊന്നുമില്ലേ? അല്ല ഞാൻ ചുരുക്കി ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ദാരിമി പട്ടം കിട്ടുന്നത്? എനിക്ക് മനസ്സിലായില്ല സുഹൃത്തെ. ഞാനൊന്ന് ചുരുക്കി ചോദിക്കട്ടെ. ഒച്ചുണ്ടാക്കാൻ പഠിക്കുമ്പോ കിട്ടണതാണ് ഈ ദാരിമി പട്ടം. ഒരു മിനിറ്റ് യഥാർത്ഥത്തിൽ ഏത് അല്ല ഞാൻ പറയണത് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം എനിക്ക് അറിയാമെന്നുള്ളൂ. അല്ല ഏത് പൊട്ടനോട് വേദോദിട്ട് കാര്യമില്ലല്ലോ. അല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തൊരു കഷ്ടാണ് കേട്ടോ. ഇങ്ങനൊന്നും ചെയ്യല്ലോ. ഇത് കേൾക്കുന്ന കുട്ടികൾ സംശയിക്കും ഈ ഉസ്താദിന് ഒരു കാര്യം അറിയില്ല, ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. എന്തൊരു കഥ. ഇനിയിപ്പോ നിങ്ങളെ ഫോട്ടോയും വെച്ച് ഞാൻ ഈ വീഡിയോ പുറത്തു വിടുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, നിങ്ങളെ വിശ്വസിക്കുന്ന കുട്ടികൾക്ക് എന്താ തോന്നുക? അല്ല കുട്ടി ഏത് മതക്കാരനാണ്? അല്ല ഞാൻ ചോദിക്കണത്, നിങ്ങൾ ഈ പറയുന്ന ഫിറഔനിന്റെ ഡെഡ് ബോഡി അള്ള പണ്ട് പിന്നെ കടലില് മുക്കി താത്തിയ ഫിറഔന്റെ ആണ് എന്നൊക്കെ പൊട്ടത്തരങ്ങൾ ഈ നൂറ്റാണ്ടിൽ വിശ്വസിക്കണ്ടല്ലോ. അതെങ്ങോട്ട് പോണു? അത് നുണയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഞാൻ പറയണേ അത് ഇവിടത്തെ പണ്ട് സിന്ധാനി പ്രോജക്റ്റിൽ പറഞ്ഞുണ്ടാക്കിയ ഒരു നുണയായിരുന്നു. നമ്മളെ നാട്ടിൽ ആ പുസ്തകം എഴുതിയ സംഘടനക്കാര് തന്നെ അത് പറയാൻ പാടില്ലായിരുന്നു, തെറ്റാണെന്ന് സമ്മതിച്ചു. പിന്നെ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അല്ല ഞാൻ പറയണ കേക്ക് ഏത് മതക്കാരനാണ്? നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ ദാരിമയായി നിങ്ങൾ അത് പറഞ്ഞു? ഇല്ലേ അനക്ക് കൊറേ തൊള്ളപടായി അറിയാം, അവിടുന്ന് ഇവിടുന്ന് വായിച്ചിട്ടുള്ള അറിവ് കൊറേ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അറിവ് ഞങ്ങൾ യഥാർത്ഥ അറിവ് ഖുർആനിലുള്ളതല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഉത്തരം പറയാൻ പഠിക്കണേ? ഞങ്ങളെ ഹബീബ ഞങ്ങളെ കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ ഈമാൻ ഉറപ്പില്ല. ഈമാൻ ഉറപ്പുള്ള ഒരാൾക്ക് ഖുർആനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല മണിയായിട്ട് ഉത്തരം പറയും. കണക്കയിൽ വിശ്വാസം ഉണ്ടോ? ഇല്ലേ? ഇങ്ങക്ക് വിശ്വാസം ഇല്ലാന്ന്. എന്റെ വിശ്വാസം പണ്ടേ ഇല്ല, നിങ്ങൾക്ക് അത്രയില്ല. എന്നാ പിന്നെ എന്റെ അത്രയും വിശ്വാസം ഇല്ലാത്ത ആളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഖുർആനിന്റെ കാര്യത്തിലോ നിങ്ങളെ കയ്യിലുള്ള ധാർമ്മിക പട്ടത്തിലോ വിശ്വാസമല്ല. ഇന്ന കുട്ടിയെ ഞാൻ പറയണേക്ക് നിങ്ങൾ പറഞ്ഞു തരും ഇതെങ്ങനെയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സൃഷ്ടാവ് അള്ളാഹു ആണ് എന്നൊന്നെ ബോധ്യപ്പെടുത്തി തരൂ പ്ലീസ്. അനക്ക് സീറ്റ് ഇപ്പൊ തന്നെ ബുക്കായിട്ടുണ്ട്, വേഗം പോവാനുള്ള തയ്യാറെടുപ്പ്. നിങ്ങളൊന്ന് പറഞ്ഞു തരും ഇത് അള്ളയാണ് സൃഷ്ടിച്ചതെന്ന് നിന്നെ മനസ്സിലാക്കി തരും പ്ലീസ്. ചെറുക്ക എന്നോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇജ്ജ് നിരീശ്വരവാദിയാണ്. ഇതൊന്നും അറിയാതെയാണ്
വിളിച്ച പിന്നെ നിരീശ്വരവാദിയാണ്, യുക്തിവാദി. ഇസ്ലാമിനെതിരെ ഈ യുക്തിവാദിയാണെന്നോ അറിയാതെയാണോ ഇപ്പൊ നിങ്ങൾ ഇത്ര നേരം എന്നോട് സംസാരിച്ചത് പൊന്നാര ഹബീബേ? അല്ലേ അന്നെ പഠിച്ചോ ഇത് അറിയാതെയാണോ നിങ്ങൾ വിളിച്ചത്? നിങ്ങൾ എന്താണ് ഞങ്ങളെ നാട്ടിലൊരു കുഞ്ഞാമിതാക്കുണ്ടായിരുന്നു, അയാള് പണ്ട് ചോദ്യം ചോദിച്ചു ഉത്തരം പറയുന്നത് എന്റെ തൊള്ളിയിൽ എന്താ പുകാന്ന് ചോദിച്ചു ദേഷ്യം വന്നിട്ട്. എന്ന മാതിരി നിങ്ങൾക്ക് എന്താ വായൊന്നും പറയാൻ പറഞ്ഞു? എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണ്ടേ ചങ്ങായി? എന്നെ കൊണ്ട് കിട്ടുന്ന ഉപകാരങ്ങൾ കാണാൻ പോണുള്ളൂ. എന്ത് ഉപകാരം? ഈ നാടിന്. എന്ത് നാട്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ആവണേ? ഞാൻ സമാധാനത്തിൽ ചോദിക്കട്ടെ, ഞാൻ സമാധാനത്തിൽ ചോദിക്കട്ടെ. നിങ്ങളൊന്ന് സമാധാനപ്പെടി, നിങ്ങൾ സമാധാനപ്പെടിയേ, നമുക്കൊക്കെ വഴി ഉണ്ടാക്കാം. നിങ്ങളൊന്ന് സമാധാനത്തോട് കൂടെ എന്താ നിങ്ങളെ പ്രശ്നം? ശരിക്കും എന്റെ പ്രശ്നം എന്റെ പ്രശ്നം തീർക്കണം, എന്റെ പൊട്ടത്തരം. അതിനെങ്ങനെ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കാതെ നിങ്ങൾ എങ്ങനെ എന്റെ പ്രശ്നം തീർക്കുക? അന്റെ പൊട്ടത്തരം തീർക്കാന്നല്ല ഞാൻ പറയട്ടെ ചെയ്ത മതക്കാരനാ പറഞ്ഞില്ല. ഞാൻ നല്ല മുത്ത മുസ്ലിമായിരുന്നു. ഇപ്പോഴോ സുന്നി വിഭാഗമായിരുന്നു. ഇസ്ലാം മത എന്താണ് ദാറുൽ ഹുദ പാറമ്മൽ, അതായത് ഞങ്ങളെ മദ്രസിന്റെ പേര്. മദ്രസ കോളേജാണോ? അത് ദാറുൽ ഹുദ വേറെ കോളേജ്, പാറമ്മൽ ദാറുൽ ഹുദ മദ്രസ. അത് ഞങ്ങൾ പഠിച്ചു. ഞാൻ 6ാം ക്ലാസ് വരെ. പിന്നെ അവിടെ ഉണ്ടായില്ല. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ സ്വന്തം നിലക്ക് പഠിക്കേണ്ടി വന്നു. സ്വന്തം എന്ന് പറഞ്ഞാല് എത്ര വയസ്സ് മുതല്? അത് ഒരു 10-28 വയസ്സ് വരെയൊക്കെ പഠിച്ചു. അല്ല, എത്ര വയസ്സ് മുതല്? എത്രയോ വയസ്സ്, ആ സമയം മുതല്, നമ്മൾ ചെറിയ കുട്ടിയായ മുതല്. അല്ല ഞാൻ പറയണ കേട്ടെ, എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? കോളേജിൽ പഠിച്ചപ്പോ നിങ്ങളെ കൊലത്തിലല്ലേ പുറത്തു വരിക? അതല്ല കുട്ടിയെ ഞാൻ പറയണ കേക്ക്. ഇത്രയും ഈ യുക്തിവാദത്തിലേക്കൊക്കെ പോകാനുള്ള കാരണം ഞാൻ അന്വേഷിക്കണം. എങ്ങനെ ഈ യുക്തിവാദത്തിലേക്കൊക്കെ എത്തിയത്? ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിൽ അടിമത്തം ഉണ്ട് എന്ന് മനസ്സിലായപ്പോ. എന്താ അടിമത്ത കുട്ടി ഇസ്ലാമിലില്ലേ? പറഞ്ഞേ എന്താ അടിമത്ത? ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുക, ചന്തി കൊണ്ടുപോയി വെക്കുക, പൈസക്ക് പണയം വെക്കുക. മുത്തുനബിയും ചെയ്തിക്കണേ. മുത്തുനബി 800 ദിർഹത്തിനാണ് 2 അടിമകളെ കൊണ്ടുപോയി. കഷ്ടാണല്ലേ? ലോകത്തിന്റെ വിമോചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമ കച്ചവടം നടത്തി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുണ്ടോ? പോയി തലടാൻ നിൽക്കണ്ടോ? ഞാൻ പറഞ്ഞത് തെറ്റാണോ? വളരെയധികം ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? ജിബിലീസിന്റെ ഒപ്പം പോവാൻ ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? നിങ്ങളെ പേടിപ്പിക്കലൊക്കെ കയ്യിലൊക്കെ വേണ്ടി നിക്കണ്ട. ഫോൺ കട്ട് ചെയ്ത് പോകും. അന്നേക്കാട്ടിലും വലിയ ഫിർഔന് ഇവിടെ വന്നിട്ടുണ്ട്. അള്ളാഹു താല പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിക്കോ. അന്നേക്കാട്ടിലും വലിയ വലിയ ഫിർഔന് ഇവിടെ വന്നിട്ടുണ്ട്. അവനൊക്കെ പാഠം മനസ്സിലാവുണ്ടോ? അന്നെ പാഠം പഠിപ്പിച്ച ഒരു സെക്കൻഡ് വേണ്ട. മുഹമ്മദ് 3 കൊല്ലാണ് 2 കൊല്ലാണ് വേദനിച്ച് മരിച്ചത്. അന്നെ പാഠം പഠിപ്പിച്ച ഒരു സെക്കൻഡ് വേണ്ട. ആ സ്ത്രീ എന്തിനായിരിക്കും പിന്നെ മുഹമ്മദ് നബിക്ക് മാംസത്തിൽ വിഷം കൊടുത്തത്? എനിക്കറിയില്ല പഠിച്ചോ, എനിക്കറിയില്ല. ഞാൻ പറയുന്ന ആളെ മുഹമ്മദ് നബി അടിമ കച്ചവടം നടത്തി അള്ളാനെയും റസൂലിനെയും കുറ്റം പറഞ്ഞു നടക്കുന്ന ആൾ എന്നോട് ഞാൻ ഒരു കുറ്റമല്ല. നിങ്ങൾ കിതാബിൽ എഴുതിയത് വായിക്കും, ഇനിയും വായിക്കും. എന്ത് ഇജ്ജ് കുറ്റല്ല പറയല്? എവിടെ? ഇത് റസൂലുള്ളാഹിനെ കളിയാക്കലില്ലടാ. ഇല്ല എന്തിനാ കളിയാക്കലില്ല? എന്തിന് ഉള്ളത് പറയും. അതിനിപ്പോ കളിയാക്കണിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? റസൂലുള്ളാഹിനെ കളിയാക്കലില്ല ഇജ്ജ്? എന്താ നിങ്ങൾ പറയും സുഹൃത്തേ? എടാ ഹബീബേ, ഞാനോട് പറയട്ടെ, റസൂലുള്ളാഹിനെ കളിയാക്കലൊക്കെ ഇവിടെ പഠിച്ചിട്ടുള്ളൂ, നീ പഠിക്കാൻ പോണുള്ളൂ. റസൂലുള്ള പഠിച്ചതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് കുറച്ചു മുമ്പ് ചോദിച്ചത്. എന്തിനായിരിക്കും ആ സ്ത്രീ മുഹമ്മദ് നബിക്കുള്ള മാംസത്തിൽ വിഷം കലർത്തിയത്? ഹിന്ദു ജനങ്ങളായ ആളുകള്, അതായത് അന്യ മതത്തിൽപ്പെട്ട ആളുകള് അടക്കം ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. യഥാർത്ഥ മതം എന്ത് പെട്ടുപോണു? കഥ അറിയാതെ നിങ്ങൾ പറയണ മണ്ടത്തരം വിശ്വസിച്ച് വിട്ടുപോണതാണ് മനുഷ്യന്മാര്. അന്നെ ആരോ പറഞ്ഞങ്ങാട് വണ്ടി കേട്ടിരിക്കണ, വെറുതെ അല്ല പറയണ. ഇപ്പടുത്തല്ലേ യുക്തിവാദിയായത്? നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ ഇത്ര പേടിയാണെങ്കിൽ എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ട് എന്നെ വിളിക്കണേ? നിങ്ങൾ ഈമാൻ പോകാനാണോ നാട്ടുകാർ ഈമാൻ പോക്കാനാണോ? എന്റെ കാര്യം പോക്കാണ്, അത് മനസ്സിലാക്കി. നിങ്ങൾ ഈമാന്റെ കാര്യം ഇതിനോടകം പോക്കയക്കണ്. എന്റെ ഈമാന്റെ കാര്യം നിങ്ങൾ ഈമാൻ ഉറപ്പില്ലാത്തതിന്റെ ലക്ഷണമാണ് ഈ വെപ്രാളം. നിങ്ങൾ ഈ വെപ്രാളം തന്നെയാണ് നിങ്ങൾ ഈമാൻ ഉറപ്പില്ലാന്നുള്ളതിന്റെ തെളിവ്. ആ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി സമാധാനം ഉണ്ടാവൂലേ? നിങ്ങൾ എന്താ സമാധാനം ഇല്ലാത്ത?
നിങ്ങൾ എന്തിനാണ് വെപ്രാളപ്പെടണേ? എനിക്ക് സമാധാനമില്ല. ഞാൻ എന്റെ പൊട്ടത്തരം ഇന്റെ പൊട്ടത്തരങ്ങളൊന്നും കേട്ടിട്ടില്ല, നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു പൊട്ടത്തര സാമ്പിൾ പറയാൻ പറഞ്ഞ നിങ്ങൾക്ക് അറിയൂല. കുറ്റം പറഞ്ഞപ്പോ എന്താണ് കുറ്റം? ഉള്ളതല്ലേ പറയണേ, ഉള്ളത് എങ്ങനെ കുറ്റാവുക? ഉള്ളത് ഉള്ളത് പറയും, കിതാബിലുള്ളതല്ലേ നിങ്ങൾ എഴുതി വെച്ചല്ലേ? എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ കിതാബിൽ നിങ്ങൾ എഴുതി വെച്ചോണ്ടല്ലേ കുഞ്ഞെ? എന്താണ് ഇത് കഥ? ഞാൻ ഇല്ലാത്ത കഥ പറഞ്ഞിക്കണോ? ഇല്ലാത്ത എന്തേലും പറഞ്ഞിക്കണ നിങ്ങൾ പറയും. എന്റെ കാര്യം പോക്കാണ്. നിങ്ങളെ ഈമാൻ ഓൾറെഡി പൊയ്ക്കണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ നല്ലോണം ഒന്ന് ഇജ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ. മരിക്കണ സമയത്ത് ഈമാൻ കിട്ടണമെങ്കിൽ ഒഴിവാക്കിങ്ങാണ്ട് മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താ പൊന്നെ? മരിച്ചില്ലേ? ആയിക്കോട്ടെ, ശരി. അപ്പം പടിഞ്ഞോളും. മരിക്കണ സമയത്ത് മരിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ വല്ലതും പഠിപ്പിക്കണ്ടേ? ഇപ്പൊ പറഞ്ഞു ചെറുക്കാൻ മരിക്കണ സമയത്ത് ഈമാൻ കിട്ടാൻ്റെ മാർഗം പണക്ക് പറഞ്ഞു. ഈ വാദത്തുനിന്ന് മറിഞ്ഞാണ്ട് ശരിക്കും ഒരാളെടുത്ത് പോയി എനിക്കൊരു പേടിയില്ല. എനിക്ക് വേണ്ടത് അറിവാണ്. നിങ്ങൾ പറഞ്ഞു തരി. നിങ്ങൾ പേടിപ്പിച്ചിട്ട് മരണം ഫിറഔന് നരകം പറഞ്ഞ് പേടിപ്പിക്കല്ലേ? എനിക്ക് പേടിയില്ല. ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും നിങ്ങളെ കയ്യിലുണ്ടോ? പേടിപ്പിക്കലല്ലാതെ. ബിരീസല്ലേ, ശൈത്താനല്ലേ മേത്ത്, പിന്നെ അങ്ങനെ പേടിണ്ടാവണം? പഠിച്ചവനാണെങ്കിൽ ഭയങ്കര പേടിയായിക്കാരല്ലേ? നിങ്ങക്ക് പേടിപ്പിക്കല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാൻ? ഞങ്ങൾക്കിപ്പോ ഈ സംസാരിക്കാനുള്ള കഴിവ് തന്ന പടച്ച റബ്ബിന് എന്റെ സംസാരം തിരിച്ചെടുക്കാനുള്ള കഴിവ് പഠിച്ചോനുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഞങ്ങൾക്കിപ്പോ ഈ സംസാരിക്കാനുള്ള കഴിവ് അന്നെ പോലത്തെ കുറച്ച് ജന്തുക്കളുണ്ട്. ആ ജന്തുക്കൾ അവസാനം വെച്ചിട്ടേ പിടിക്കുള്ളൂ കേട്ടോ. നിങ്ങളെ അങ്ങനെ തന്നെ അത് മനസ്സിലാക്കിക്കോ. എല്ലാരും അവസാനം തന്നെ പിടിക്കേ? അവസാനം തന്നെ പിടിക്കുള്ളൂ. അവസാനം ഈമാൻ ഇല്ലാതെ ചത്തുകൊണ്ട് ചീഞ്ഞാൽ ഈമാൻ ഇല്ലാതെ മരിക്കല്ലേ പറയാ? മനുഷ്യന്മാര് ചാവുക എന്ന് പറയാം നമ്മളാരേലും? ശരി, എന്നോട് വർത്താനല്ലോ. മനുഷ്യന്മാര് മരിക്കല്ലേ ചെയ്യാ? ചാവോ?